മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിദ്യ, ബുദ്ധി, വിവേകം എന്നിവയുടെയെല്ലാം കാരകനായ ബുധൻ മാർച്ച് 15-ാം തീയതി മീനം രാശിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും. അതായത് ബുധൻ റീട്രോഗ്രേഡായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. ഏപ്രിൽ 7-ാം തീയതി വരെ ഏകദേശം 24 ദിവസത്തോളം ബുധൻ റീട്രോഗ്രേഡായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ്. പക്ഷേ ഇവിടെ ശുക്രൻ നിൽക്കുന്നതും ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമായതിനാലും ബുധന് നീചഭംഗമുണ്ടാകുന്നതും ഇവിടെ നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. മീനത്തിൽ ബുധനോടൊപ്പം സൂര്യൻ, രാഹു, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും നിൽക്കുന്നുണ്ടായിരിക്കും. ബുധൻ വിദ്യ, ബുദ്ധി, വിവേകം, കമ്മ്യൂണിക്കേഷൻ, ഓൺലൈൻ, നെർവസ് സിസ്റ്റം, സ്കിൻ, ടൂറിസം, അക്കൗണ്ട്സ്, ബിസിനസ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബുധൻ്റെ റീട്രോഗ്രേഡായിട്ടുള്ള ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. ബുധൻ നിങ്ങളുടെ 1ഉം 10ഉം ഭാവങ്ങളുടെ അധിപനാണ്. റീട്രോഗ്രേഡ് ആകുന്നത് നിങ്ങളുടെ 7-ാം ഭാവമായ മീനത്തിലാണ്. സാമ്പത്തിക സ്ഥിതികളിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാർക്ക് അവരുടെ കുടുംബാംഗങ്ങളുടെ സഹകരണം ലഭിക്കുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ജീവിത പങ്കാളിയുടെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതാണ്. പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. കന്നിരാശിക്കാർ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം നെർവസ് സിസ്റ്റത്തിനോ നടുവിനോ മറ്റും പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട്. കന്നിരാശിക്കാർക്ക് ബുധൻ വക്രഗതിയിലാകുന്ന ഈ 24 ദിവസം പരിശ്രമം കൂടുതൽ ചെയ്യേണ്ടി വരും. കരിയറിലും ബിസിനസ്സിലും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും. ഓഫീസിൽ സഹപ്രവർത്തകരുമായും ബിസിനസ്സിൽ നിങ്ങളുടെ വർക്കേഴ്സുമായും എപ്പോഴും ഒത്തൊരുമിച്ച് പോകുവാൻ ശ്രമിക്കണം. ബിസിനസ് ചെയ്യുന്നവർ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുവാൻ വേണ്ടി ഈ സമയത്ത് അഡ്വർടൈസും മറ്റും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് പ്രൊഫഷണൽ അപ്രോച്ചോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതൽ വിജയം ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. എപ്പോഴും ഒരു ഹമ്പിൾ സ്വഭാവം പുലർത്തുന്നതും നല്ലതായിരിക്കും. ഉചിത സമയത്ത് ഉചിത തീരുമാനങ്ങൾ എടുക്കുന്നതും പുരോഗതി വരാനിടയാക്കുന്നതായിരിക്കും. ഒരു കാര്യം കന്നിരാശിക്കാർ ഓർക്കണം. നന്നായി പരിശ്രമം ചെയ്യുന്ന പക്ഷം സാമ്പത്തികപരമായി വലിയ പ്രശ്നങ്ങളുണ്ടാകുവാൻ സാധ്യതകളില്ല. എല്ലാ കാര്യങ്ങളും സാധാരണഗതിയിൽ നടന്നു കിട്ടുന്നതുമായിരിക്കും. അല്പം കൂടുതൽ പരിശ്രമം ചെയ്യണം എന്ന് മാത്രം. ഈ സമയത്ത് കർമ്മമേഖല വികസിപ്പിക്കുവാനോ നിക്ഷേപങ്ങൾ ചെയ്യുവാനോ ഉചിത സമയമായിരിക്കത്തില്ല. അല്പം കൂടി വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കരിയറിനോടൊപ്പം പാർട്ട് ടൈം ബിസിനസ്സും ചെയ്യുന്നവർ ഈ സമയത്ത് നഷ്ടങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. അലസതയും വെടിയേണ്ടി വരും. കന്നിരാശിക്കാർ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ടെൻഷൻ എടുക്കാതെ വേണം ചെയ്യുവാൻ. ഇതാണ് ബുധൻ മീനത്തിൽ വക്രഗതിയിലാകുമ്പോൾ കന്നിരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.